യാത്രക്കാരില്ലാതെ പ്രതിസന്ധിയിലായതിന് പിന്നാലെ മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് വീണ്ടും സാധ്യത തെളിയുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് കത്ത് നൽകിയതോടെയാണിത്. മുമ്പ് ഈ വണ്ടി കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചിരുന്നെങ്കിലും കർണാടകയിലെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ പ്രയോജനപ്പെടുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്കായി ബൈന്ദൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മംഗൽപാടിയിലെ MRPL സ്വച്ഛതാ പക്വാഡ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മറ്റ് വന്ദേഭാരത് സർവീസുകൾ 150% ഒക്യുപ്പൻസിയോടെ വൻ ലാഭത്തിലോടുമ്പോൾ മംഗളൂരു ഗോവ തീവണ്ടിയിൽ പകുതിയോളം സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർവീസ് ലാഭത്തിലാക്കാൻ മലബാറിലേക്ക് നീട്ടുകയല്ലാതെ മറ്റ് പോംവഴിയില്ല എന്നാണ് യാത്രാ കൂട്ടായ്മകളും റെയിൽവേയിലെ ഒരു ഭാഗം ഉദ്യോഗസ്ഥരും പറയുന്നത്. വന്ദേഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് യാത്രക്കാർക്കും റെയിൽവേക്കും ഒരുപോലെ പ്രയോജനകരമാകും. കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് നേരിട്ട് വേഗത്തിലെത്താൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഈ സർവീസ് ഗുണകരമാകും. കേരളത്തിലെ മറ്റ് വന്ദേഭാരത് സർവീസുകൾ 150% ഒക്യുപ്പൻസിയോടെ ഓടുമ്പോൾ മംഗളൂരു ഗോവ തീവണ്ടിയിൽ പകുതിയോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സർവീസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് വടക്കൻ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. മലബാറിൽ നിന്നുള്ള ഗോവ യാത്രികർക്ക് പുറമെ കൊല്ലൂർ, മൂകാംബിക, ഉടുപ്പി, മുരുടേശ്വർ തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്കും ഇതേറെ ഗുണം ചെയ്യും. മുമ്പ് ഈ വണ്ടി കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ആലോചിച്ചിരുന്നുവെങ്കിലും കർണാടകയിൽ നിന്നുള്ള ചില രാഷ്ട്രീയ എതിർപ്പുകൾ കാരണം ഇത് നടപ്പായിരുന്നില്ല. കേന്ദ്രമന്ത്രിയുടെ പുതിയ ഇടപെടലോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. അതിനിടെ കേരളത്തിൽ നിലവിൽ 3 വന്ദേഭാരത് എക്സ്പ്രസ് സർവീസുകളാണ് ഓടുന്നത്. ഇവ കൂടാതെ വരും മാസങ്ങളിൽ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളും കേരളത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്നുണ്ട്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് കേരളത്തിലെ ആദ്യത്തെ വന്ദേഭാരത് സർവീസാണിത്. ഇത് കോട്ടയം വഴിയാണ് ഓടുന്നത്. ഇത് സർവീസ് നടത്താത്ത ദിവസം വ്യാഴാഴ്ചയാണ്. പ്രധാന സ്റ്റോപ്പുകൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശൂർ, എറണാകുളം ടൗൺ, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം, തിരുവനന്തപുരം സെൻട്രൽ എന്നിങ്ങനെയാണ്. സമയക്രമം: തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:15 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 13:20 കാസർഗോഡ് എത്തും. മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് ആലപ്പുഴ വഴി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്, അതായത് 187% ഒക്യുപ്പൻസിയോടെയാണിത് യാത്ര തുടരുന്നത്. സർവീസ് നടത്താത്ത ദിവസം ബുധനാഴ്ചയാണ്. പ്രധാന സ്റ്റോപ്പുകൾ മംഗളൂരു സെൻട്രൽ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശൂർ, എറണാകുളം ജംഗ്ഷൻ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം സെൻട്രൽ എന്നിങ്ങനെയാണ്. മംഗളൂരുവിൽ നിന്ന് രാവിലെ 6:15 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 15:05 തിരുവനന്തപുരത്തെത്തും. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് കേരളത്തിൽ ലഭിച്ച 3ാമത്തെ വന്ദേഭാരത് സർവീസാണിത്. ഇതിലെ പ്രധാന സ്റ്റോപ്പുകൾ എറണാകുളം, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, സേലം, ബംഗളൂരു. IT ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബംഗളൂരുവിലേക്ക് അതിവേഗം യാത്ര ചെയ്യാൻ ഇതേറെ സഹായിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ദീർഘദൂര രാത്രി യാത്രകൾക്കായി വന്ദേഭാരത് സ്ലീപ്പർ ഉടൻ ആരംഭിക്കും. ഇതിനായി റെയിൽവേ പ്രധാനമായും പരിഗണിക്കുന്ന 3 റൂട്ടുകൾ തിരുവനന്തപുരം, ചെന്നൈ, തിരുവനന്തപുരം, ബംഗളൂരു മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ വന്ദേഭാരതിന് ശേഷിയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ റെയിൽ പാളങ്ങളുടെ പരിമിതി മൂലം നിലവിൽ ശരാശരി 110 മുതൽ 130 കിലോമീറ്റർ വേഗതയിലാണ് ഇവ സർവീസ് നടത്തുന്നത്. ഇതിന്റെ ആദ്യ സർവീസ് ഫെബ്രുവരി 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വാരണസി റൂട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. വന്ദേഭാരത് സ്ലീപ്പറിൽ ദീർഘദൂര രാത്രി യാത്രകൾക്കായുള്ള ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഹൗറ കമാഖ്യ റൂട്ടിൽ ജനുവരി 2026 സർവീസ് ആരംഭിച്ചു. 2ാമത്തെ സ്ലീപ്പർ ട്രെയിൻ ബംഗളൂരു മുംബൈ റൂട്ടിലും ഓടാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.